അപ്പൊ ഇന്ന് വറുത്ത അപ്പത്തിന്റെ അരിപ്പൊടി കൊണ്ട് കപ്പി കാച്ചിട്ട് കള്ള തന്നെ ഒഴിച്ചിട്ട് ഒരു അപ്പം തയ്യാറാക്കും. കറികളൊക്കെ എത്ര പേരെ നമ്മുടെ കറികളെ പറ്റി പറയണം, അല്ലെങ്കിൽ അവരെ ഒരു കളിപ്പിക്കലാവും. അത് പാടില്ല ഒരിക്കലും. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് കപ്പി കാച്ചി എന്നുള്ള പേര് വന്നതിനെ പറ്റി ഉണ്ടോ? നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിച്ചാൽ നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ചിന്തിച്ച് ചൂടുകാലം കരിക്ക് മാത്രം അരച്ച് ചുട്ട് കഴിഞ്ഞ ഒരു കപ്പി കാച്ചിയ അപ്പം ആദ്യമായിട്ട് നമ്മുടെ കിച്ചണിൽ തയ്യാറാകുന്നു. എങ്കിലും ഈ രീതിയിലുള്ള അപ്പം ആരും കണ്ടിട്ടില്ല. അപ്പയോട് ചോദിക്കാം, അപ്പത്തിന്റെ മാജിക്. സാധാരണ അപ്പത്തിൽ നിന്ന് പ്രത്യേകത ഉണ്ടോ? എന്നാ പ്രത്യേകത? ഇനി വറുത്ത പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഇല്ല, ഇനി പച്ച അരി തന്നെ അരച്ചാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പതിവില്ലാതെ അമ്മ തേങ്ങ പൊതിക്കണം? ഉണക്കത്തേങ്ങ പൊരിച്ചത് ഇരിപ്പുണ്ട്, അത് പറ്റൂല. അതെ, രണ്ടെണ്ണോട്. അപ്പം 5 പച്ചത്തേങ്ങ ഇട്ടോ ഞാൻ ഓരോന്ന് അപ്പത്തിന് വേണ്ടി പൊരിച്ചെടുക്കണതാ. ഇനി 2 കിടപ്പുള്ളൂ. ഇത് പൊതിക്കാൻ പോവാ. 3 ഒരെണ്ണം കേട്ടോ. അപ്പത്തിന് വേണ്ടിയാണോ? അപ്പത്തിന് വേണ്ടിയാ. വൈകുന്നേരത്തേക്ക്. വൈകുന്നേരം അല്ല, കറണ്ട് പോയതുകൊണ്ട് അരയ്ക്കാൻ ഇപ്പൊ മാർഗമില്ല. കറണ്ട് വന്നിട്ട് വേണം. അപ്പം മിക്കവാറും ഡിന്നറായിരിക്കും കേട്ടോ. അല്ല, കുഴപ്പമില്ല, നമ്മള് പല സമയത്തും കഴിക്കാറുണ്ടല്ലോ. ഇപ്പൊ തന്നെ മണി 11:30 ആയില്ലേ? അതെ. തന്നെ ഒരു താമസം ഇതിന് പൊടി വീഴാൻ. പൊതിക്കണ പാര വേറെ ഉണ്ട് കേട്ടോ. അമ്മക്ക് ഇത് ശീലമായതുകൊണ്ട് അമ്മ കോടാലി ഉപയോഗിക്കുന്നു. എനിക്ക് ഇഷ്ടമല്ല പാര, എനിക്കറിയാൻ മേല പാര കൊണ്ട്. ഇത് ശീല. കഴിഞ്ഞു, സംഗതി കഴിഞ്ഞു. ഒരു പാളിങ്ങി വിടണ. പിന്നെ പച്ചത്തേങ്ങ വളരെ സിമ്പിളാ പൊരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് ശീലമുള്ളതല്ലേ ചെയ്യണേ, അതാണ് കേട്ടോ. അപ്പ പെട്ടെന്ന് പാലിൽ പൊതിക്കും. അപ്പച്ചൻ പൊതിക്കുന്ന ഉറക്കമുണ്ടോ? ആട്ടിക്കാൻ പണ്ട് അയ്യോ എന്തോരായിരുന്നു. അതെ, അപ്പച്ചനുള്ളപ്പോ ആണ്ടോടാണ്ടായിരുന്നു ആട്ട്. സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഭരണിയിലൊക്കെ ആക്കി. അതെ അതെ അതെ. കറണ്ട് വന്നു കേട്ടോ. പീന്ന് കേൾക്കണ്ട. കഴിഞ്ഞു. കുഴപ്പമില്ല. കുടുമി വേണ്ട, നമുക്ക് ചിരണ്ടാനുള്ളത്. കുടുമി വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ ദിവസം സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ പല്ലിയും പാറ്റയൊക്കെ നിരക്കാതിരിക്കും. കണ്ണു നിറന്നത് പോകും. ഇപ്പൊ നമുക്ക് തേങ്ങ പൊട്ടിക്കാം. പച്ചത്തേങ്ങയുടെ ആയതുകൊണ്ടും ഇച്ചിരി നീങ്ങിയെന്നോ കാലായിട്ട് തെറിച്ചാൽ പിന്നെ മെനകേടാവും വരക്കത്തേക്ക് ഇടുന്നു. പിന്നെ നല്ല തേങ്ങ ആയതുകൊണ്ടും ഈ വെള്ളം നമുക്ക് എടുക്കാം കേട്ടോ. ദേ പൊട്ടിക്കുവാണേ. മധുരം ഉണ്ടാവുമോ? ഉണ്ടാവും. പച്ചത്തേങ്ങയല്ലേ. മറ്റേ കറ ഏതാണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത്. ആണോ? വൈറ്റ് ആയതുകൊണ്ട് സാധ്യതയുണ്ട്. കറയായ മഹാമിനാണ്. ഒരു മുറി ചിരണ്ടിയാൽ മതി അപ്പത്തിന്. ഒരു ഗ്ലാസ് കുടിക്കെടുക്കും. ആഹാ, നല്ല ഗുഡ് തേങ്ങ. ഇത് പിന്നെ ഗുഡായിരിക്കും, ഇട്ടതല്ലേ. മറ്റേ നമ്മൾ ഈ തേങ്ങാവെള്ളം സാധാരണ നല്ല തേങ്ങയുടെ ഉപയോഗിച്ച് കുടിക്കാനും ഒക്കെ എടുക്കാറുണ്ട്. ഈ തേങ്ങ വീണ് കിട്ടുന്നത് ഇരുമ്പമ്പുളിച്ചോട്ടിൽ കൂട്ടിയിട്ടേക്കണത് ചിലപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ചീത്തയാവും തേങ്ങ. അപ്പം അത് നമുക്ക് പൊട്ടിക്കാൻ എടുക്കുമ്പോൾ ഉദ്ദേശം അറിയാം നല്ലതാണോ ചീത്തയാണോ. അപ്പം അങ്ങനെയുള്ളതിൻ്റെ വെള്ളം നമ്മൾ എടുക്കാറില്ല. നല്ല തേങ്ങയുടെ വെള്ളം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുടിക്കാനേ എടുക്കാറ്. അപ്പത്തിനൊന്നും ആട്ടാൻ മാവിരിക്കണോണ്ട് അത് യൂസ് ചെയ്യാറില്ല കേട്ടോ. ചെയ്യണവരുണ്ടാവും, ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇത് കുടിക്കാൻ എടുക്കുക. നിനക്ക് കപ്പിൽ ഒഴിച്ചു തരാം. ഇപ്പൊ വേണ്ടായിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ കുടിച്ചേക്കാം, അല്ലെങ്കിൽ കപ്പിലൊഴിച്ച് വെച്ചേരാം, പിന്നെ കുടിച്ചോളാം. ഞാൻ തേങ്ങാവെള്ളം കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. മധുരമൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും മധുരം ഉണ്ട്, ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് എനർജിയാന്നാ പറയണേ തേങ്ങാവെള്ളം കുടിക്കണേ. പച്ചത്തേങ്ങ ആയതുകൊണ്ട് ഇത്രയും രുചി. ഉണക്കയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇന്നേ വറുത്ത അരിപ്പൊടിയും കൊണ്ട് ഒരു അപ്പം തയ്യാറാക്കും. വെള്ളയപ്പാട്ടോ ഉദ്ദേശിക്കണേ, പാലപ്പ അല്ല. വെള്ളയപ്പാണ് ഉദ്ദേശിക്കണേ. ഉണ്ടാക്കി വരുമ്പോ എന്നാന്ന് നിങ്ങക്ക് കാണാം. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പാലപ്പാവും, അതായത് ലേസപ്പം. അപ്പൊ എന്നാ ചെയ്യ, അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് വീടുകളിലൊക്കെ ഈ കള്ളപ്പാണ് ചുട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീടുകളിൽ കേട്ടോ. അന്നത്തെ കാലത്ത്
ചോറരച്ചല്ല ചെയ്യണത്, പച്ചരിപ്പൊടിയല്ല ചെയ്യണത്, വറുത്ത പൊടി കൊണ്ട് കപ്പി കാച്ചി. അതായത് ഞങ്ങളുടെ ഇവിടെ കപ്പി കാച്ചണം എന്നല്ല പറയണത്, അരിപ്പൊടി കുറുക്കി ചേർക്കണം എന്നാ പറയണേ. അപ്പൊ കോട്ടപ്പടി ഭാഗത്തൊക്കെ കപ്പി കാച്ചണം എന്നാ പറയണേ. ഈ എല്ലാരും കോട്ടപ്പടി എന്ന് പറയുമ്പോ എന്റെ അമ്മായിയും അമ്മ വീടും അവിടെയുണ്ട്, എന്റെ വീടല്ല കേട്ടോ അവിടെ. ആ 2 വീടുകൾ അവിടെയുണ്ട്. അപ്പൊ അവിടെ പോയി ഇഷ്ടം പോലെ കഴിച്ചും അവിടത്തെ രീതികൾ ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ അമ്മയുടെ വീട്ടിൽ സ്ഥിരം അവധിക്ക് പോയി കിടപ്പാ, അമ്മ വീട്ടിലേക്ക് പോകും അടുത്തടുത്തായതുകൊണ്ട്. അപ്പൊ അവിടെയൊക്കെ കപ്പി കാച്ചണം എന്നാ പറയണേ. പിന്നെ എന്റെ വീട്ടില് കുറുക്കി ചേർക്കണം എന്നാ പറയണേ. അപ്പൊ ആ രീതിയിൽ ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടം ആയപ്പോഴത്തേക്കും പച്ചപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കി തുടങ്ങി. പച്ചപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുമ്പോഴും അമ്മായി പറയണ എന്നാന്ന് വെച്ചാൽ, കോട്ടപ്പടിയിലെ അമ്മായി എന്നോട് പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പി കാച്ചി ചേർക്കാന്ന്. പക്ഷെ നമ്മളെ ഈ പുതിയ ജനറേഷൻ വന്നപ്പോ ചോറരച്ച് ചേർത്ത് തുടങ്ങി. കാരണം അതിലേക്ക് മാറി. അപ്പൊ മിക്സിയിൽ ചോറും അരിയും തേങ്ങ എല്ലാം കൂടെ അരച്ച് ചേർത്ത് ഒറ്റയടിക്ക് പുളിമാവോ അല്ലെങ്കിൽ കള്ളോ എന്തെങ്കിലും ചേർത്ത്, വട്ടയപ്പത്തിനാണെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് അരച്ചു വെക്കും. അപ്പൊ പൊങ്ങി കഴിയുമ്പോ ചുടുവാണ് പതിവ്. ഇതിപ്പോ ഈ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ചുട്ടിട്ടില്ല. എന്തായാലും ഇത് ഉണ്ടാക്കി നിങ്ങളെ ഏത് പരിവാന്ന് കാണിച്ചു തരാം. അപ്പൊ ഇന്ന് വറുത്ത അപ്പത്തിന്റെ അരിപ്പൊടി കൊണ്ട് കപ്പി കാച്ചിട്ട് കള്ള തന്നെ ഒഴിച്ച്, മാവല്ല, മാവ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ വട്ടയപ്പം ചുട്ടപ്പോ മാവിന്റെ ഏതാണ്ട് 1 മാസം ഉപയോഗിച്ചതായി. അപ്പൊ പുതിയ ഫ്രഷ് കള്ള ആ ചേർത്ത് അരി പൊടി കുഴച്ച് ഉണ്ടാക്കണം അപ്പം കേട്ടോ. നീ ഓർക്കണുണ്ടോ നമ്മുടെ ഇവിടത്തെ ആ അരുൺ ചേട്ടന്റെ ചിന്നമ്മേന്റിയുടെ അപ്പം? എന്ത് സൂപ്പർ അപ്പം അല്ലേ. പുള്ളിക്കാരത്തിയുടെ പാലപ്പം നമ്മള് പണ്ട് പരിപാടി ഉണ്ടായിരുന്നില്ല, അന്നേരം നമ്മൾ പല ആവശ്യത്തിനൂടെ മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പുള്ളിക്കാരി അകാലത്തിൽ പോയി. വളരെ നല്ല മിടുക്കിയും വളരെ നല്ല കുക്കുമായിരുന്നു. അപ്പൊ നമുക്ക് കപ്പി കാച്ചി ചേർക്കണം ലിനു എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് അല്ല ചുടുവല്ല, ഒന്ന് കപ്പി. അപ്പൊ അതെ, അതിന് ഞാൻ വറുത്ത അപ്പത്തിന് എടുക്കണ പൊടി തന്നെ 1 സ്പൂൺ ആട്ടം എടുത്തേക്കണം. ഞാൻ അമ്മായിയോട് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാ ഇത് ചെയ്യണം. എനിക്കിതിന്റെ ഐഡിയ ഇല്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിലേക്ക് അത് മെൽറ്റ് ആവാനായിട്ട് വെള്ളം ചേർക്കുക, സാധാരണ വെള്ളം. എന്നാന്ന് വെച്ചാൽ അത് മിക്സായി വരണ്ടേ. ഇത് മതിയാവും. എന്നിട്ട് കട്ട കെട്ടാതെ ആദ്യം, ഗ്യാസ് ഓണല്ല കേട്ടോ, ആദ്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ അടുപ്പത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു തരിക്ക് ഉപ്പിട്ടാ, ഉപ്പ് ചേർക്കണമെന്ന് അമ്മായി പറഞ്ഞേ. അപ്പൊ ഈ ഒരു പ്രോസസ്സിനാണോ കപ്പി കാച്ചുക? അതെ അതെ. അല്ലെങ്കിൽ അരിപ്പൊടി കുറുക്കി ചേർക്കുക. ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. മമ്മിയൊക്കെ പണ്ട് കുറുക്കി ചേർക്കുമായിരുന്നു. ഇപ്പൊ മമ്മി പറയും ചോറരക്കണേ. പിന്നെ ഈ പറഞ്ഞ പോലെ സൗകര്യാർത്ഥം ഓരോരുത്തർ ഓരോ രീതി ചെയ്യണം. ഈ കൂടുതൽ ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും കുറുക്കി ചേർത്താ ഉണ്ടാക്കണം എല്ലാവരും. അതെനിക്ക് എന്നാന്ന് പറ്റി അറിയാൻ മേല, അതിനെപ്പറ്റി ചോദിച്ചാൽ. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ആദ്യമായിട്ട് ചെയ്യണത്, അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും പറയാൻ ചോദിച്ചും കേട്ടുമൊക്കെ ചെയ്യണത്. അതിനെപ്പറ്റി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഫോമിലേക്ക് അതെ 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 ഫൈനൽ ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞു ഏത് പരുവത്തിലാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. കാരണം നമുക്കൊരു മറയുടെ ആവശ്യമില്ല. കുക്കിംഗ് നടത്തുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കണം. തന്നെയല്ല വ്യൂവേഴ്സിനെ അത് അല്ലെങ്കിൽ അവരെ ഒരു കളിപ്പിക്കലാവും, അത് പാടില്ല ഒരിക്കലും. കൃത്യമായ അളവും കാര്യങ്ങളും നിങ്ങളുടെ മുൻപിൽ തുറന്ന് കാണിക്കുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് പലരും പല സംഗതിയും ചെയ്തേച്ച് വളരെ നന്നായിരുന്നു എന്ന് പറയാറുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കറികളൊക്കെ എത്ര പേരാ നമ്മുടെ കറികളെ പറ്റി പറയണേ. അതുപോലെ കമ്പിളിനാരങ്ങ പിക്കിള്, പിന്നെ വേറെ ഏതാണ്ട് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു, അമ്മയുടെ ഫോളോ ചെയ്തിട്ട് വളരെ നല്ലതാണെന്നും പറഞ്ഞു. എന്നാന്ന് മനസ്സിലായില്ല. ദേ ഈ പരുവത്തിൽ ഓഫ് ചെയ്യാട്ടോ. ഇത് മതി. ഇനി തണുക്കണം. ഇനി നമുക്കേ കട്ട കെട്ടാതെ വെള്ളത്തിൽ വെച്ചങ്ങ് തണുപ്പിക്കാം. ദേ ഈ പരുവത്തിലാട്ടോ ഞാൻ കുറുക്കിയേക്കണതേ, കണ്ടോ? ഇനി നമുക്ക് വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കാൻ വെക്കാം. ദേ ഞാൻ വെള്ളം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാ. ഇതിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ തണുക്കും. തണുത്ത് ഇച്ചിരിയുടെ വെള്ളയിൽ ഒഴിക്കണം. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാവെല്ലാം മിക്സ് ചെയ്യാട്ടോ. അന്നേരം കാണിക്കാം. തേങ്ങ അരയ്ക്കണം, കള്ള് ചേർക്കണം, എല്ലാം കൂടെ മിക്സിങ് നടത്താം കേട്ടോ. ഓക്കെ, ഇനി തണുക്കട്ടെ. ദേ ഈ ഗ്ലാസ് പൊടി അളന്നെടുത്താട്ടോ. അതെ, കൂമ്പന് 1 ഗ്ലാസും 1 ഗ്ലാസ് പകുതി ആയിട്ട് പൊടി ഇതിലേക്ക് ചേർത്തു. അപ്പത്തിനുള്ള വറുത്ത അരിപ്പൊടി. ആ അരിപ്പൊടിയിൽ നിന്ന് തന്നെയാണ് 1 സ്പൂൺ നമ്മള് കപ്പി കാച്ചി വെച്ചേക്കണത്. അല്ലെങ്കിൽ കുറുക്കി ചേർക്കാൻ എടുത്തേക്കണത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇച്ചിരി വെള്ളമൊന്നും അല്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് കപ്പി കാച്ചി ചേർത്താൽ മതി. ഇച്ചിരി വെള്ളം പൊടിയിലേക്ക് ചേർക്കും കേട്ടോ, സ്വല്പം.
എന്നിട്ട് ഈ സംഭവം ഇല്ലേ കുറുക്കി വെച്ചേക്കണേ അത് നന്നായിട്ട് തണുക്കണം കേട്ടോ. അതിന് ശേഷം ചേർക്കാവുള്ളൂ. അതെ, തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത കള്ളും ബാലൻസ് നനവിനുള്ള വെള്ളവും ദേ ഒരു മുറി നിങ്ങൾ കണ്ടില്ലേ പച്ചത്തേങ്ങ പൊട്ടിച്ചത്, അതിന്റെ ഒരു മുറി തേങ്ങയാട്ടോ അരച്ചതാ. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. വെണ്ണ പോലെ അരിഞ്ഞിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇതൊന്ന് നന്നായിട്ട് ജോയിൻ ചെയ്യണം, കൈ കൊണ്ട് ഇളക്കി നല്ല ഭംഗിയാക്കി. അതിലാണ് കഴിവ്. അതെന്നാന്നോ, അത് നന്നായിട്ട് മിക്സ് ആക്കണോന്നാ പറഞ്ഞ, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ. അപ്പൊ എന്നിട്ട് ബാലൻസ് സംഗതികളൊക്കെ ചേർക്കാം കേട്ടോ. അതെ, കുറുക്ക് പോലെ ശരിക്കും ചോറ് ഇതിന്റെ സെയിം ഇഫക്റ്റ്. അതെ, അത് തന്നെയാ. ഇത് ശരിക്കില്ലേ നീ പറഞ്ഞ പോലെ കുറുക്ക് പോലെ തന്നെ. ഞങ്ങളുടെ അവിടെ പറയണ ഭാഷ തന്നെ ഇതിന് ശരിക്കും ചേരണത്. കുറുക്കി ചേർക്കുക, അപ്പത്തിന് കുറുക്കി ചേർക്കണം, അങ്ങനെയാ പറയണ. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് കപ്പി കാച്ചി എന്നുള്ള പേര് വന്നതിനെ പറ്റി ഉണ്ടോ? ഇല്ല, ഞാനിത് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. കുറുക്കി ചേർക്കണം എന്നാണ് ഞങ്ങളുടെ അവിടെ. അമ്മായിയോട് ചോദിച്ചപ്പോ കപ്പി കാച്ചണം എന്ന് പറഞ്ഞു. എന്താണാവോ അങ്ങനെ ഒരു പേര്? നമ്മളെന്തിനാ ഈ ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങളെ പറ്റി അങ്ങനെ ചിന്തിച്ച് ഒത്തിരി ഇതാവേണ്ട കാര്യമില്ല. നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയാൽ മതി. ഒത്തിരി അതിനെ പറ്റി അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിച്ചാൽ നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ചിന്തിച്ച് ചൂടുകാലം പ്രശ്നമാവും. അതിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത് മിക്സ് ആക്കട്ടെ കേട്ടോ. ഒഴിച്ചിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഈ ഗ്ലാസ്സിന് കള്ളം എടുത്തിട്ടുണ്ടേ. ഒരു ഗ്ലാസ് മുഴുവൻ എടുത്തിട്ടില്ല, 3/4 ഗ്ലാസ്. പൊങ്ങി വരണ്ടേ? കള്ളാണ് പൊങ്ങുന്ന ഏജന്റ്. ഒരു ഗ്ലാസ് ഉപയോഗിച്ചല്ലോ. അല്ല, 3/4 ഗ്ലാസ് അതിലെടുത്തേക്കണം. ഒരു ഫുൾ എടുത്തില്ലെന്നേ. കുറച്ച് കള്ള് ബാലൻസ് ഇരിപ്പുണ്ട്. അത് ഷുഗർ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെങ്കിൽ പുളിച്ചു പോകും. കള്ളിന്റെ മണം തന്നെ നല്ല മണം അല്ലേ? ഇത് ചേർത്തേച്ച് ശരിക്കും അമ്മായിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് കള്ളും അപ്പത്തിൻ്റെ പൊടിയും, വറുത്ത പൊടിയല്ല, ആ പൊടിയും കപ്പി കാച്ചിയതും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴക്കണം എന്ന് എന്നോട് പറഞ്ഞു തന്നു. അപ്പം നമുക്കൊന്ന് കുഴയ്ക്കാം നമ്മുടെ രീതിയിൽ. അത് പണ്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ചിന്നമ്മേൻ്റെ ഇതിൻ്റെ, ഞാൻ ചിന്നമ്മേന്നെ വിളിക്കുന്നത്, എൻ്റെ സെയിം പ്രായമായിരുന്നു. ചിന്നമ്മ എന്നോട് പറയും, ലിനോ നമ്മൾ അപ്പത്തിന് കുഴയ്ക്കുമ്പോൾ കുഴയിലിനോ അതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടണമെന്ന്. കുറുക്കി ചേർത്തേച്ച് നന്നായിട്ട് കുഴക്കണമെന്ന്. നമ്മൾ ഈ ചോറ് ചേർത്ത് ഇച്ചിരി അപ്പം ചുടും പോലെ അല്ലല്ലോ ബൾക്കായിട്ട് ചുടണവര്. അപ്പം അങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. നല്ല സൂപ്പർ പാലപ്പായിരുന്നു അല്ലേ? നല്ല മിടുക്കിയായിരുന്നു. എനിക്ക് പറ്റണ രീതിയിൽ കുറെ മിക്സിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ, കൈ കൊണ്ടാണ്. നന്നായി കുഴഞ്ഞു. അല്ല, നന്നായിട്ട് ഞാൻ ഒരുവിധം എനിക്ക് പറ്റുന്ന രീതിയിൽ ആ കള്ളും കുറച്ച് വെള്ളവും ഒക്കെ ഒഴിച്ച് മിക്സിങ് നടത്തിയിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് വെള്ളത്തിന്റെ പരുവം നമുക്ക് നോക്കി വെച്ച് ലാസ്റ്റ് അമ്മായി എന്നോട് പറഞ്ഞ മിക്സിയിൽ ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ക്രഷ് ചെയ്തേക്കാൻ, ഒരൊറ്റ അധികം അടിക്കരുതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ അളവ് നോക്കാം കേട്ടോ, ബ്ലെൻഡ് ആവാൻ. അപ്പോൾ നമുക്കൊന്ന് തേങ്ങ അരച്ചത് കേട്ടോ. അത് ശരിക്കും എല്ലാ അപ്പത്തിനും പച്ചത്തേങ്ങ അരക്കണം നല്ലതാണ്. ഞാനത് ഒരുപാട് പ്രാവശ്യം അപ്പം ചുടുമ്പോൾ പറയാറുണ്ട് കേട്ടോ. കേൾക്കണവർക്ക് മടുപ്പായി തോന്നിയിട്ടുണ്ടാവും പറഞ്ഞു കേട്ട്. പച്ചത്തേങ്ങ എന്ന് പറഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് ആണോ? അല്ല, പച്ചത്തേങ്ങന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങ എടുക്കാം, തേങ്ങാമുറി എടുത്ത് കാണിച്ചു തരാം. നല്ല നമ്മൾ പൊട്ടിച്ചപ്പോൾ കാണിച്ചല്ലോ. അതായത് തേങ്ങ മൂത്ത് വന്ന പരുവ, ജസ്റ്റ് അങ്ങ് മൂത്തിട്ടുണ്ട്. ചിരണ്ടണ പാകം, ഒരുപാട് ഇങ്ങനെ വിളഞ്ഞു പോകരുത്. ചിരണ്ടല് വീഴണ പാകത്തിനാണ് പച്ചത്തേങ്ങ എന്ന് പറയുന്നത്. പിന്നെ പഴുത്ത തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാലോ, പഴുപ്പലാവണം, തൊണ്ടൊക്കെ പഴുപ്പലായി വന്ന ഒരു പാകം. അപ്പം ഈ ചിരണ്ടി വന്ന പാകമാണെങ്കിൽ ആ തേങ്ങ മാത്രം ചേർത്താൽ മതി. ടെൻഡർ കോക്കനട്ട് കരിക്കാണ് ചേർക്കണമെങ്കിൽ കരിക്കിൻ്റെ കൂടെ ഞാൻ കുറച്ച് പഴുപ്പല് തേങ്ങയും കൂടെ ചിരണ്ടി ചേർക്കും. അല്ലെങ്കിൽ കരിക്ക് മാത്രം അരച്ച് ചുട്ട് കഴിഞ്ഞ ഒരു ഞെളുപ്പ് പോലെ ഉണ്ടാവും. അതായത് എൻ്റെ ഭാഷ പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഒരു എന്നാ ചവ് എന്നൊക്കെ പോയിരിക്കും. അത്രയ്ക്ക് ഇച്ചിരി മുറുക്കമുള്ള തേങ്ങയും കൂടെ ആ കൂടെ വേണം. പച്ചത്തേങ്ങയാണെങ്കിൽ മുറുക്കമുള്ള തേങ്ങ ഒന്നും ചേർക്കണ്ട. ചിരണ്ടി തേങ്ങാപ്പരുവം കണ്ടല്ലോ, നമ്മളെ തേങ്ങ കണ്ടതല്ലേ ഓൾറെഡി പൊട്ടിച്ചപ്പോൾ. ആ പരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഞാൻ നോക്കിക്കേ, അപ്പത്തിൻ്റെ പരുവം അല്ലാട്ടോ ഇത് പോരാ, കുറച്ചുകൂടെ വെള്ളം വേണം. ഞാൻ ഈ പരുവം കാണിച്ചത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ സ്വല്പം സാധാരണ വെള്ളം ചേർത്തടിക്കുക. ഇനി കള്ള് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കള്ള് ഓൾറെഡി 3/4 ഗ്ലാസ് ഇതിന് ചേർത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 1.5 അരിപ്പൊടി എടുത്തേക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ അത്രയും കുറച്ചെടുക്കണം, ഞങ്ങൾക്ക് അത്രയും ആവശ്യമുള്ളൂ. ഇവിടെ ഈ ചുട്ടൊക്കെ വെച്ചായിരുന്നു. കാലത്തെ ചുട്ട വൈകുന്നേരം തിരണതിന് കുഴപ്പമില്ല, പിന്നെ പിറ്റേ ദിവസത്തേക്കൊക്കെ
എടുക്കാൻ വെള്ളയപ്പവും ലേസപ്പവും. കള്ളപ്പം കുറവല്ലേ ചുടിയിൽ, അത് വലിയ ചൂടാക്കി എടുക്കണ ഇഷ്ടമല്ല. വട്ടയപ്പം കുഴപ്പമില്ല, ചുട്ട് വെച്ച് കഴിഞ്ഞാലും പിറ്റേ ദിവസം ചൂടാക്കിയാലും വിരോധമില്ല ഇവിടെ. മറ്റേ അപ്പം ഞങ്ങൾ ആവശ്യത്തിന് ചൂടാറുള്ളൂ, 1-2 ബാക്കി വരാറുള്ളൂ. ദേ കണ്ടോ, ഇത് പാകമല്ല. ഞാൻ ഇതൊക്കെ ചേർത്ത് കൈകൊണ്ട് കുഴച്ച പാകമെന്ന് കാണിച്ചത്. ഇനി നമുക്കൊരു സ്വല്പം വെള്ളവും കൂടെ ചേർത്തേച്ച് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ആക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, കുഴച്ച് വെക്കല. അപ്പം 2 മണിയായി ഇപ്പം മിക്സിങ് കഴിഞ്ഞപ്പം. അപ്പം എപ്പം പൊങ്ങി വരുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, മിക്സി എടുത്തോണ്ട് വരട്ടെ. മിക്സിയിൽ കിടക്കണത് ദേ തേങ്ങ അരച്ചെടുത്തതിൻ്റെ കുറച്ച് പിശടെന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ കഴുകിയെടുത്തില്ല, കാരണം ഇത് ബ്ലെൻഡ് അടിക്കാനുള്ളതല്ലേ, അതുകൊണ്ടാട്ടോ കഴുകാഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു പൊടിക്ക് വെള്ളം ചേർത്താൽ മതി. വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇതെടുത്തേച്ച് വന്നു കഴിഞ്ഞ് ഇതിലേക്ക് തന്നെ ഒഴിച്ച് പൊങ്ങാൻ വയ്ക്കുക. ചിലപ്പം വെള്ളം ചേർക്കണം. ഞാനിവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചാൽ, തേങ്ങ അരച്ച പാത്രത്തിലേക്ക് ചുമ്മാ സാധാരണ വെള്ളം ഒഴിച്ചേക്കണം കേട്ടോ. അതങ്ങ് ചേർക്കാമല്ലോ എന്ന് കരുതി. നോക്കാം, ചിലപ്പോൾ ഇത് മതിയാവും. കൂടിപ്പോയ പ്രശ്നമല്ല. ഞാൻ അടിച്ചോണ്ട് വരാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഈ വെള്ളം മതി, മറ്റേ വെള്ളം കളഞ്ഞേക്കാം. ഞാൻ കയ്യിലൊന്നും എൻ്റെ ഒരു അലമ്പുമില്ല, ഒരു അഴുക്കുമില്ല. കയ്യിലെ സംഭവങ്ങൾ ഇതിലേക്ക് ചേർത്ത് കേട്ടോ. നമുക്ക് അടച്ചു വെച്ച് അരയ്ക്കാം. കൈ കണ്ടോ, ഇനി മിക്സിയിലൊന്ന് അടിച്ചതാട്ടോ. അപ്പൊ നല്ല ബ്ലെൻഡ് ആയി കിട്ടിട്ടോ. ഈ ടിപ്പ് മിക്സിയിൽ ഇങ്ങനെ അടിക്കണോന്ന് പറഞ്ഞ നൊബിച്ചാച്ചയുടെ മമ്മിയാ, എന്റെ കുഞ്ഞമ്മ. ആദ്യം കണ്ട ടെക്സ്റ്ററിൽ നിന്നും നല്ല വ്യത്യാസമായി. പിന്നെ എന്നോട് അമ്മായി എന്നോട് പറഞ്ഞായിരുന്നു, നീ ചെയ്യുമ്പോ ഇങ്ങനെ ഒന്ന് അടിച്ചോട്ടോ, ലാസ്റ്റ് കൈ കൊണ്ടൊക്കെ എത്ര കുഴച്ചാലും തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മിക്സിയിൽ ഒന്നങ്ങ് കറക്കിയേക്കാൻ പറഞ്ഞു. അപ്പൊ ശരിക്കും മിക്സ് ആയില്ലേ? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. വെള്ളം ചിലപ്പോ വെള്ളം കുറവാടി. ഈ വറുത്ത പൊടിയായതുകൊണ്ട് എപ്പോഴും വെള്ളം കുറവുണ്ടാവും. നമ്മളത് സൂക്ഷിച്ച് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ പിന്നെ ഒന്നും ഇനി പൊടി ചേർക്കാനും ഇതിന്റെ അളവ് ശരിയാവൂല. പിന്നെ അപ്പൊ സോഫ്റ്റ്നെസ് ചിലപ്പോൾ ശരിയാവൂല. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇച്ചിരി അതേ അരച്ച വെള്ളമല്ല, ആ പ്ലേറ്റിലേക്ക് ഒഴിച്ച വെള്ളം നമ്മളിവിടെ ബാക്കി വെച്ചില്ലേ, ആ വെള്ളം വേണമെങ്കിൽ മിക്സിയിൽ ഒഴിക്കാം. മിക്സിയിൽ ഇച്ചിരി മാവൊക്കെ ഇരിപ്പുണ്ട്, അതങ്ങ് ചേർത്തില്ലേക്ക് ചേർക്കാം. ഇച്ചിരിയോടെ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എങ്ങനെയാണെങ്കിൽ ചുമ്മാ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പം തൽക്കാലം ചേർത്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കൂടിപ്പോയാൽ പിന്നെ പ്രശ്നമാവും, കുറഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. അതെ, ഇതൊക്കെ അടുക്കളയിൽ ഓരോ ചെറിയ നുറുങ്ങ, അതൊക്കെ അടുക്കളയിൽ ചെയ്യണവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് മതി. അറിയാവുന്നവരൊക്കെ ഒന്ന് കണ്ണടച്ചേക്കാം. ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ കപ്പി കാച്ചിയപ്പോൾ എന്നോട് എൻ്റെ അമ്മായി പറഞ്ഞതനുസരിച്ച് അതിന് സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. മാവ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാറില്ല. ചുടണ സമയത്താട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കണേ. അന്നേരം ഒരു സ്വല്പം ഷുഗറും കൂടെ ചേർക്കാറുണ്ട് അപ്പത്തിന്. ഇത് മതി. ഒന്ന് കാണിച്ചേക്കാം. എടുത്തോട്ടാ പടം. ഞാൻ കൈ കൊണ്ടാ കാണിക്കണതേ. ദോശമാവിന്റെ പരിപാടി ഇതിപ്പോ ഒത്തിരി കാണിക്കണ്ട, കാരണം അപ്പം ചുടുമ്പോൾ നമ്മൾ സാധാരണ കാണിക്കണ. പിന്നെ ഇത് വറുത്ത പൊടിയുടെ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. നല്ല മണമുണ്ട്. ഇനി അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് മൂടി വെക്കണം കേട്ടോ. സമയം കൃത്യം 2 മണി. പൊങ്ങണ സമയം കാണിച്ചു തരാം. അതെ, പോട്ടെ. 7 മണിയായിട്ടോ. നമ്മുടെ കപ്പി കാച്ചിയ നിറഞ്ഞു പൊങ്ങി വന്ന അപ്പം വെള്ളയപ്പം കേട്ടോ, കള്ളപ്പം അല്ല. കാണുമ്പോ തന്നെ അതിന്റെ നൊര കാണാട്ടോ. ഹോള് വന്ന് തുടങ്ങുമ്പോ നമുക്ക് അടയ്ക്കാട്ടോ. കപ്പി കാച്ചിയ അപ്പം ആദ്യമായിട്ട് നമ്മുടെ കിച്ചണിൽ തയ്യാറാകുന്നു. ഞാൻ ചെറുപ്പകാലങ്ങളിൽ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇന്നേ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കപ്പി കാച്ചൽ. നമുക്കൊന്ന് നോക്കാം. മുടിക്കട്ടെ, ഇനി വേവണം. എന്നാന്നറിയാമോ, മൂടിയില്ലെങ്കിലേ അടി കരിഞ്ഞും പോവും, മോള് വേവോ ഇല്ല. അതില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പം മൂടി വേവിക്കുന്നത് എന്തിനാണ്? മറിച്ചിടാൻ ഇഷ്ടമില്ലാത്തോണ്ടാട്ടോ അങ്ങനെ ചെയ്യണേ. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇഷ്ടം പോലെ കണ്ട് എല്ലാവരും കണ്ടമാനം കണ്ടത് ബോറടിച്ചേക്കണ വീഡിയോയാ അപ്പത്തിന്റെ. എങ്കിലും ഈ രീതിയിലുള്ള അപ്പം ആരും കണ്ടിട്ടില്ല. ഞങ്ങളുണ്ടാക്കിയതില്ലേ, വേറെ പലരും ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളങ്ങനെ ഉണ്ടാക്കി വിജയിച്ചു എന്നുള്ളത് നമുക്ക് അപ്പയോട് ചോദിക്കാം. അതിന്റെ എടുക്കറായില്ല.
ആ നിറച്ച് ഹോൾസ് ഉള്ള ഹോൾസ് അല്ലെങ്കിലും വരൂടി. അപ്പം. അതെപ്പോഴും വരും. സോഫ്റ്റ്നെസ് ഒക്കെ എപ്പോഴും ചോദിക്കാം എങ്ങനെയാണ്. പുതിയ ട്രിക്കിലുള്ള അപ്പാന്നും പറയാം. അപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പയ്ക്ക് അങ്ങ് കൊടുക്കാം. അപ്പയോട് ചോദിക്കാം അപ്പത്തിന്റെ മാജിക് എന്തെങ്കിലും പറയുമോന്ന് അറിയാം. അതെ. അപ്പ ചിലപ്പോ ചോദിക്കും ഇപ്പൊ എന്നാ പ്രത്യേകിച്ച് പറയാനിരിക്കണേന്ന്. പക്ഷെ മനസ്സിലാവോ ഇല്ലയോ എന്ന് അറിയാം. ഏതായാലും ഇത് വന്നു കഴിയുമ്പോ അടച്ചു തുടങ്ങാം കേട്ടോ. ഓള് വരട്ടെ. വന്നു തുടങ്ങുമ്പോ അടയ്ക്കാം. കറി അരിയിലേക്ക് ഇടുക. കറിയെ പറ്റി പറഞ്ഞോ നീ. ആ കറി നല്ല ഉഗ്രൻ. കടല വറുത്തരച്ചത്. തേങ്ങ വറുത്തരച്ച കടലക്കറി കേട്ടോ. ദാറ്റ് മീൻസ് വറുത്തരച്ച കടല. ഓക്കെ. ഇനി അടുത്തത് ഇടാറായി അപ്പം. തന്നെ ഒരു അപശബ്ദം. ആ കുഴപ്പമൊന്നുമില്ല. സോഫ്റ്റ്നെസ് കൂടുതൽ. ഓ നിനക്കും തരാം. 3 എണ്ണത്തിൽ കൂടുതൽ അപ്പം കഴിക്കാൻ വഴിയില്ല. ഇന്ന് ഡിന്നർ ഒന്നും ഡിന്നറല്ല കേട്ടോ. 7 മണി ആയോളൂ. ഡിന്നർ സ്വല്പം കഴിച്ചാൽ മതി. ഊണം ഇനിയിപ്പോ ഡിന്നർ സൂപ്പായാലോ? അപ്പയ്ക്ക് തന്നെയാണെങ്കിൽ സ്വല്പം ഭക്ഷണം കഴിക്കണ്ട. എനിക്കും കഴിക്കണം. ചുമ്മാ നീ കൊണ്ടൊരു സൂപ്പും ഉണ്ട്. മത്തങ്ങ സൂപ്പ് അങ്ങ് കൊടുക്കാമോ? ഞാൻ കൊടുക്കാം. എടുത്തു. നല്ല കുറുകിയ കടല വറുത്തരച്ചതും അപ്പവും ഇന്ന് അപ്പയ്ക്ക്. ഈ കടല പക്ഷെ നമ്മുടെ പഴയ രീതിയിലുള്ള റോസ്റ്റാണ് ഇഷ്ടം. ടേസ്റ്റ് നിറച്ച് ഹോൾസാ ഇന്ന്. ഇന്നത്തെ അപ്പത്തിന്റെ പ്രത്യേകത മേക്കിങ്ങിലും ഉണ്ട് പ്രത്യേകത. എങ്ങനെയുണ്ട്? ഇതെന്നാ മറിച്ചിട്ടെ മറുവശം കാണാൻ ഇതാ നുരഞ്ഞു വരുന്നതിന്റെ ഹോൾസും. അതെ 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 അതെ. സാധാരണ അപ്പത്തിൽ നിന്ന് പ്രത്യേകത ഉണ്ടോ? എന്നാ പ്രത്യേകത? കുറച്ചുകൂടെ ഡ്രൈഡാ ഇതോ? പച്ചരി അരിക്കുന്നതിന്റെ പച്ചയായിട്ടുള്ള അരി അരിക്കുന്നതിന്റെ ആ ടേസ്റ്റിന്റെ വ്യത്യാസമുണ്ട്. വറുത്ത പൊടിയുടെ ആണെന്നാണ് അമ്മ പറയണേ. അത് ആയിരിക്കും. ആ പൊടി വറുത്തതിന്റെ ആ ഒരു വറുത്ത പൊടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം സോഫ്റ്റ് ആണ്, പക്ഷെ അതിന്റെ രുചിക്ക് ഒരു ഡ്രൈ രുചിയാണ് അല്ലേ ഉള്ളത്. പൊടിയിൽ നിന്ന് ഈർപ്പം മുഴുവൻ പോയില്ലേ വറുത്ത് കഴിഞ്ഞപ്പോ. അതാണ് കാര്യം. അപ്പൊ പച്ചരിയുടെ അരിപ്പൊടി കൊണ്ടുള്ള അപ്പം തന്നെയാണ് നല്ലത് അല്ലേ? നല്ലതെന്നല്ല, താല്പര്യ കൂടുതൽ. രുചിയിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിലാ കളറിന്റെ ഫ്ലേവർ ഒന്നും വരുന്നില്ല. ഒന്നാം തരം കളറല്ലേ ഒഴിച്ചു. അതെ 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 അതെ. വേണോന്നില്ല. എറിഞ്ഞോ വേണോന്നില്ലാന്നൊന്നും പറയാൻ പാടില്ല. ആ മണത്തിനും ഉണ്ട് ഡിഫറൻസ്. അപ്പയ്ക്ക് മറ്റേതാ ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. എനിക്ക് മറ്റേതാ ഇഷ്ടം. ഞാനിത് എടുക്കുമ്പോ പെട്ടെന്ന് ഓർക്കണ പെരകുദാശയുടെ കാര്യ. സ്ഥിരം ഇങ്ങനെ എടുത്തു വെച്ചേച്ച് ഉച്ചയാകുമ്പോ 11:30-12 അച്ഛൻ വരുമ്പോ നേരം എടുക്കുമ്പോ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അടിയും പുറമൊന്നും കുഴപ്പമില്ല, പക്ഷെ അപ്പൊ പറഞ്ഞ ഡ്രൈനെസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി തൊടുമ്പോഴൊക്കെ ഇച്ചിരി ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം സോഫ്റ്റ് ആണ്, പക്ഷെ അതിന്റെ ആ ഒരു ടെക്സ്ചറിലില്ലേ ഒരു ഡ്രൈനെസ് ഉണ്ട്. അത്രയും നല്ല കളർ ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടോ? അപ്പക്ക് തീരെ പിടിച്ചില്ല. നല്ല അപ്പം ഉണ്ടാക്കി കഴിച്ചതാ. പച്ചരി ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് നല്ലതാ. വറുത്തത് ഇത് ശരിക്കും പെരകൂതാശിക്ക് ഉണ്ടാക്കുന്ന ടേസ്റ്റ് തന്നെയാണ്. അത് തന്നെയാണ്. തലേദിവസം ഉണ്ടാക്കി വെക്കുന്നേ, ചോറരച്ച് തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ വളിച്ചു പോകും ദിവസത്തേക്ക്.
അതുകൊണ്ടാണ് ഈ വറുത്ത പൊടി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പം ഓ, അതാണ് കാര്യം അല്ലേ. ഇപ്പം കേടാവൂല. ചില ഇതുണ്ടോ നല്ല കട്ടി അല്ലേ? ഒന്നുമില്ല, പക്ഷെ അതിങ്ങനെ ഉണങ്ങിയ പോലെ. പച്ചരിയുടെ കഴിച്ച് ശീലിച്ചുകൊണ്ട് ഇതേ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈസ് വെരി സോഫ്റ്റ്. ആ നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ സംഭവം. ഇതേ കണ്ടോ, ഇതൊക്കെ നല്ല സോഫ്റ്റാണ്. പക്ഷെ ആ ഒരു ടെക്സ്ചറേ തൊടുമ്പോൾ നമുക്കറിയാം, റഫ്നെസ് ഉണ്ട്. അറിയാം, നല്ല റഫ്നെസ്. ആ ഒന്ന് ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു വെറൈറ്റി അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വറുത്ത പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഇല്ല, ഇനി പച്ചപ്പൊടി, പച്ച അരി തന്നെ അരച്ചാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പഴയ മോഡൽ തന്നെ. അതെ, ഇതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. കൂടുതൽ ഇതിന് പ്രൊമോഷൻ കൊടുക്കുന്നില്ല അല്ലേ? കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റത് കഴിച്ച് പഠിച്ചേക്കണവർക്ക് പിന്നെ ഇത് കഴിക്കുമ്പോൾ ഇഷ്ടക്കുറവ് വരും. കാരണം മറ്റത് ഭയങ്കര സോഫ്റ്റ്, പോലെ ഇരിക്കും. കള്ളിന്റെ ഭയങ്കര ഫ്ലേവർ വരണു. അങ്ങനെ പ്രത്യേകത മൊത്തത്തിലല്ലേ. ഇത് കഴിക്കുമ്പോ ഇല്ലേ, എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്ന. പിന്നെ ഇനിയിപ്പോൾ അത് കലക്കാൻ പോകാൻ വേണ്ട, മധുരല്ലേന്ന് ഓർത്താം. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഗ്രാൻഡ് മദർ അവിടെ ഇല്ലേ, അപ്പം ഉണ്ടാക്കി കഴിയുമ്പോ ഒരു സംഭവം തരും കൂടെ കഴിക്കാൻ. പല വീടുകളും ചിലപ്പോൾ ഉണ്ടാവും. ചിലരൊക്കെ തേങ്ങാപ്പാലിന്റെ മധുരമായിട്ടൊക്കെ കഴിക്കൂലേ, ഇടിയപ്പം കഴിക്കും പോലെ വൈകുന്നേരം. അതുപോലെ ഞങ്ങൾക്ക് പഞ്ചസാര ഇടും വെള്ളത്തില്, നോർമൽ വാട്ടർ. എന്നിട്ട് പഞ്ചസാര വെള്ളം കലക്കി അപ്പം തിന്നണമെന്നാ പറയണേ. അത് കേട്ടിട്ടില്ലല്ലോ. എന്നിട്ടില്ലേ ഒരു കോപ്പയ്ക്കകത്ത് തരും. എന്നിട്ട് അപ്പം വെച്ചു അപ്പം ഇങ്ങനെ ഒടിച്ചെടുക്കും. അപ്പം എന്നിട്ട് ഒടിച്ചു വെച്ച് ആ വെള്ളത്തിലേക്ക് മുക്കും. പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഞാൻ ഓർത്തതാ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഞങ്ങളുടെ ഇവിടെ കഴിക്കുന്നത് ഇടിയപ്പത്തിനാണ്. കള്ളപ്പത്തിനും വെള്ളയപ്പത്തിനും ഒന്നും ചെയ്യാറില്ല. ഈ അപ്പത്തിന് സാധാരണ സാധാരണയല്ല, കറി ഇല്ലാത്തപ്പോ ചെയ്യുന്നത്. കടലയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അവിടെ കോഴിയിറച്ചിയല്ലേ ഉണ്ടാക്കുന്നത്. മിക്കവാറും അങ്ങനെയായിരിക്കും. പോത്തിറച്ചി ആയിരിക്കൂല, കോഴിയിറച്ചി തന്നെയായിരിക്കും മിക്കവാറും. ഇറച്ചിക്കറി ഇല്ലാത്തപ്പോ ആണെങ്കിൽ ഇടയ്ക്ക് അപ്പം ചുട്ട് തരും. അപ്പം ചുട്ടെന്ന് വെച്ചാൽ കറി ഇല്ലാത്തപ്പോ അമ്മ പഞ്ചസാര വെള്ളം കലക്കി എന്തായാലും മുക്കി കഴിക്കും. അതൊരു ഓർമ്മയാ. അത്ര വലിയ ഇരുന്നില്ല. പിന്നെ അന്നത്തെ കാലത്ത് അതൊക്കെ കഴിക്കും. രുചിയുണ്ടോ അതിനൊക്കെ? രുചി എന്ന് പറഞ്ഞാൽ രുചിയൊന്നും നോക്കിയല്ലോ കഴിക്കണം. വയറ് നിറയ്ക്കുക, അത്രേ ഉള്ളൂ.